നമ്മളൊരാൾക്ക് മെസ്സേജ് അയക്കുന്നു വാട്സപ്പിൽ, നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നമ്മൾ അറിയുന്ന ആരും ആയിക്കോട്ടെ, എനിബഡി, അത് അയാൾക്ക് ഉപകാരമുള്ള കാര്യമായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ, വാട്ടെവർ, നിങ്ങളൊരാൾക്ക് മെസ്സേജ് അയക്കുന്നു, അയാളത് കാണുന്നു, റിപ്ലൈ ചെയ്യുന്നില്ല. രണ്ടാമത് നിങ്ങൾ അയച്ചു, ബ്ലൂടിക്കായി, ഓൺലൈനിലുണ്ട്, കാണുന്നു, റിപ്ലൈ തരുന്നില്ല. എന്തായിരിക്കും നിങ്ങളുടെ ഒരു റിയാക്ഷൻ? അല്ലെങ്കിൽ പോട്ടെ, ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിൽ നിങ്ങൾ നന്നായി അറിയുന്ന ഒരാൾ എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മാത്രം തരുന്നില്ല, നിങ്ങളെ അവഗണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കുന്നു എന്നുള്ള ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നു അയാളിൽ നിന്ന്. എന്ത് ചെയ്യും? പൊതുവേ രണ്ട് കാര്യമാണ് ചെയ്യുക. ഒന്ന്, തിരിച്ച് പണി കൊടുക്കും, അല്ലേ? അയാൾ എന്താണോ നമ്മളോട് ചെയ്തത് അതുപോലെ നമ്മൾ റിവെഞ്ച് ചെയ്യും. എന്തെങ്കിലും അത്യാവശ്യത്തിന് മെസ്സേജ് അയച്ചാൽ നമ്മൾ റിപ്ലൈ ചെയ്യില്ല, എവിടെയെങ്കിലും കണ്ടാൽ മൈൻഡ് ആക്കില്ല, എന്നിട്ട് അതിലൊരു സംതൃപ്തി അടങ്ങും. അല്ലെങ്കിൽ പിന്നെ അയാളോട് മാന്യമായിട്ട് ചോദിക്കും, ഞാൻ ഇന്നലെ എത്ര മെസ്സേജ് അയച്ചു, നിങ്ങൾ കണ്ടിട്ട് എന്താ റിപ്ലൈ ചെയ്യാത്തിരുന്നു, നിങ്ങൾ എന്താ എന്നെ ഒഴിവാക്കിയത് ആ സിറ്റുവേഷനിൽ? ഒരു കാരണവശാലും ഇത് രണ്ടും ചെയ്യരുത്. ദ ഫസ്റ്റ് വൺ, നിങ്ങൾ റിവെഞ്ച് മൈൻഡ് സെറ്റോട് കൂടി അയാൾക്കിട്ട് പണി കൊടുക്കുന്നത് നിങ്ങളുടെ ഈഗോ വർക്ക് ചെയ്യുന്നുണ്ട്. ഈഗോ നിങ്ങൾക്കറിയാം, ക്യാരക്ടർ ലോസിൻ്റെ ഏറ്റവും ബാഡ് വേർഷനാണ് ഈഗോ. പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങോട്ട് പോയി ചോദിക്കുന്നത്, അതൊരിക്കലും ചെയ്യരുത്. കാരണം അത് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു സ്ഥലത്തു നിന്നോ ഒരു ഗ്യാങ്ങിൽ നിന്നോ ഒരു മനുഷ്യനിൽ നിന്നോ എവിടെ നിന്നായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു വിലയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കരുത്, എന്തുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചില്ല, എന്തുകൊണ്ട് എനിക്ക് കോൾ ചെയ്തില്ല, എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല, എന്തുകൊണ്ട് അവിടെ പോകുമ്പോൾ എന്നോട് പറഞ്ഞില്ല, എന്തുകൊണ്ട് എനിക്ക് കൈ തന്നില്ല. ഒരു കാരണവശാലും ചോദിക്കരുത്. നിങ്ങൾ റിവെഞ്ച് ചെയ്യേണ്ട, പരാതി പറയേണ്ട, പരിഭവം പറയേണ്ട, എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ട. ജസ്റ്റ് സൈലൻ്റ്ലി റിമൂവ് യുവർ പ്രസൻസ്. മറ്റൊരാളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് അടിയറവ് വെക്കരുത്. സോ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് റെസ്പെക്റ്റോടെ ജീവിക്കുക. ബൈ.